ചന്ദ്രനിലും അതുപോലെ തന്നെ ചൊവ്വയിലും ഒക്കെ മനുഷ്യർ പോയി തിരികെ വരുന്ന കാലഘട്ടമാണിത്. അത്രത്തോളം സാങ്കേതിക വിദ്യ പുരോഗതിയിലേക്ക് എത്തിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ വിവരസാങ്കേതിക വിദ്യ, AI-കളും അതുപോലൊപ്പമുള്ള വലിയ തോതിലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം അത്തരത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയകളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത കാലഘട്ടമായി മാറിയിരിക്കുന്നു. ഇൻ്റർനെറ്റും അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും എത്തുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. സൂപ്പർ കമ്പ്യൂട്ടറുകളെ എല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിൽ സാങ്കേതികവിദ്യ വലിയ തോതിൽ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിഞ്ഞു വരുന്നത്. ഈ കാലഘട്ടത്തിലും കൂടോത്രവും ദുർമന്ത്രവാദവും ഒക്കെയായി പോകുന്ന ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനത്തിനെതിരെ വലിയ തോതിലുള്ള കടന്നാക്രമണം ഈ കാലഘട്ടത്തിലൂടെയാണ് കടന്നു വന്നത്. നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലെ നേതാക്കന്മാരുടെ കൂടോത്രത്തിനെയും അതുപോലെ ദുർമന്ത്രവാദത്തിനെതിരെയും രൂക്ഷ വിമർശനം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉയർന്നു വരുന്നത്. സംസ്ഥാനത്തെ നേതൃത്വങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് എന്നുള്ളത് വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവും തന്നെയാണ്. കാരണം കോഴിക്കോട് നടന്ന കോൺഗ്രസിൻ്റെ ചിന്തൻ പഠന ശിബിരത്തിനകത്താണ് കോൺഗ്രസിൻ്റെ KPCCയിലെ വലിയ നേതാക്കന്മാർക്കെതിരെ, മുതിർന്ന നേതാക്കന്മാർക്കെതിരെ എല്ലാം വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ, കൃത്യമായിട്ടുള്ള പരിഹാസങ്ങളും ആരോപണങ്ങളും ഉയർന്നത്. പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് വലിച്ചിട്ട ഒരു പരിപാടിയായിരുന്നു ഈ പറയുന്ന കൂടോത്ര വിവാദം എന്നുള്ള സംഭവമാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ യോഗത്തിൽ വലിയ തോതിൽ തകർത്തടിച്ചത്. കാരണം വെച്ചാൽ KPCCയുടെ ക്യാമ്പിൽ വലിയ തോതിൽ കെ സുധാകരൻ കൂടോത്രത്തിന് പിന്നാലെ പോയത് വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു. ഈ ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള പാർട്ടിയെയും അണികളെയും നാണം കെടുത്തുന്ന തരത്തിലുള്ള ഇത്തരം നിലപാടുകൾ, അത്തരം സമീപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടക്കേണ്ട ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറകെ ഒരു MP പോകുക എന്ന് പറയുന്നത് വലിയ തോതിലുള്ള വലിയ തോതിലുള്ള നാശത്തിൻ്റെ വക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതി തന്നെ തെറ്റാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നോ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, അത്തരത്തിൽ പരിഗണിക്കാതെ, അത്തരത്തിൽ നോക്കാതെ ഇവർ അന്ധവിശ്വാസങ്ങളുടെയും ദുർമന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും എല്ലാം പിന്നാലെ പോകുന്നതിനെയാണ് ഇത്തരത്തിൽ ക്യാമ്പിൽ രൂക്ഷമായിട്ട് വിമർശിച്ചിരിക്കുന്നത്. ഒരു MP അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഒരു പാർലമെൻറ്റ് അംഗമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. കാരണം ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളിൽ കൃത്യമായ നിലപാടുകളും അല്ലെങ്കിൽ ഇടപെടലുകളും നടത്തേണ്ട വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഇതിൻ്റെ പുറകെ പോകുന്നത്. നോക്കൂ, കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ കൂടിച്ചേർന്നുണ്ടാക്കുന്ന സംവിധാനങ്ങൾക്ക് കീഴിലാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ജീവിക്കുന്നത് എന്ന്, ഈ 100 കോടിയിലധികം വരുന്ന ജനങ്ങൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ലോകത്തിലെ തന്നെ വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പോലുള്ള നാട്ടിലെ ഭരണ സംവിധാനത്തിന്, നിയമ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ ആ ഭരണകൂടത്തിനകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അപമാനം തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് കഷ്ടമാണെന്നാണ് ഇവരുടെ കൃത്യമായിട്ട് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു വയ്ക്കുന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് ഷാനിമോൾ ഉസ്മാൻ. ഇവർ ആണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേരെടുത്ത് തന്നെയാണ് കൃത്യമായിട്ട് വിമർശിച്ചത്. ചിന്തൻ പഠന ശിബിരം ബത്തേരിയിൽ കഴിഞ്ഞ തവണ നടന്ന, അതുപോലെ തന്നെ കോഴിക്കോട്ട് നടന്ന ചിന്തൻ ശിബിരം, ബത്തേരിയിൽ കഴിഞ്ഞ തവണ നടന്ന കോൺക്ലേവ് എന്നിവയിലെ തീരുമാനങ്ങൾ നടപ്പാക്കിയതിലും വിമർശനമുണ്ടായി. ഒരു വഴിപാടായി ഇത്തരം പരിപാടികൾ നടത്തുന്നതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ ഒന്നുമില്ല എന്നാണ് പ്രധാന നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്ന പ്രധാന ആക്ഷേപം. വലിയ തോതിൽ ഒരു പ്രഹസനമായിട്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നത് മാറ്റിവെച്ചാൽ അവിടെ കാര്യമായ ഒരു കാര്യങ്ങളും നടപ്പിലാക്കുകയോ അത്തരത്തിൽ മുന്നോട്ട് പോവുകയോ ചെയ്യുന്ന ഒരു സംവിധാനം ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇതെല്ലാമാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇത്തരത്തിൽ കാരണമായി മാറിയിരിക്കുന്നത്. ഏതായാലും ഓരോ ദിവസവും ചിന്തൻ പഠന ശിബിരവും കോൺക്ലേവുകളും ഒക്കെ നടത്തി ആഘോഷമായിട്ട് പോകുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ പോലും അല്ലെങ്കിൽ സ്വന്തം പാർട്ടി നേതാക്കന്മാരെ പോലും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയാത്ത നേതൃത്വം എന്നൊരു പാര തന്നെയാണ്. കാരണം ഇവരെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഒന്നും ചെയ്യാനില്ല. ഇത് മറ്റുള്ളവരുടെ പണികൾ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ എതിരാളികളുടെ വിജയസാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഏതായാലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്
ചെയ്യുന്നതിന് മുൻപ് വലിയ തോതിലുള്ള ഒരു ഒന്നിന് പകരം 10 പ്രാവശ്യം ചിന്തിച്ചിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് ഇത്തരം നേതാക്കൾ. ഇത്തരത്തിൽ ചെയ്തില്ല എങ്കിൽ വരാൻ പോകുന്ന അന്ധവിശ്വാസങ്ങളുടെ പുറകെ ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താനും സുധാകരനും ഒക്കെ പോകുന്നത് വലിയ 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 വീഴ്ചകളിലേക്കാണ് ഇവരെ നയിക്കുക. ഇവരെ മാത്രമല്ല, ഇവർ നടത്തുന്ന അല്ലെങ്കിൽ ഇവർ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുക എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഇവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. വി.ഡി. സതീശൻ്റെ വാഹനം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ അപകടത്തിന് പിന്നിലും കൂടോത്രമാണ് എന്ന് തോതിലുള്ള വലിയ തോതിലുള്ള ട്രോളുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ഇതിനെയെല്ലാം നമ്മൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ പല കോണുകളിലും ചുവട് പിടിച്ച് അതിന് ചില വേരിട്ട് ഉറപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുരളീധരൻ്റെ വിട്ടുനിൽക്കലെല്ലാം മുൻപേ പ്രവചിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു എന്നുള്ള തരത്തിലുള്ള പുതിയ പുതിയ കമൻറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന പരിപാടിയിലാകട്ടെ മുല്ലപ്പള്ളി അടക്കം VM സുധീരൻ അടക്കം ഈ പറയുന്ന മുരളീധരൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നില്ല. ഏതായാലും ഒന്നോടെ കബഡി വെച്ച് ഗണിച്ച് കൂടോത്രമൊക്കെ നടത്തി നോക്കണം. കാരണം ഇവരെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ ഇനി എന്തെങ്കിലും മാർഗമുണ്ടോ? മുട്ടയോ ചെമ്പ് തകിടോ ഭൂതത്തിൻ്റെ പ്രതിമ കുഴിച്ചിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എങ്കിൽ മുരളീധരനെയും സംഘത്തെയും കൂടെ പിടിച്ചു ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും. ഹൈക്കമാൻഡിന് മുന്നിൽ നാണം കെട്ട് വല്ലാത്ത അവസ്ഥ, നഗ്നനായ അവസ്ഥ, അതായത് പൊതുജനമധ്യത്തിൽ നഗ്നനായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് വേഗത്തിൽ ചെന്ന് എങ്ങനെയെങ്കിലും ഇവർക്കൊരു കൂടോത്രം നടത്തി എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.